തുടങ്ങിക്കോളൂ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂലസാരഭക്ഷിതം ഉമാസുരം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സംസ്കാര കർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാര കർമ്മവും മിത്രാഭൃത്യാമായോരു ഭരതകുമാരനും താത ശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണം ആചാര്യ സംയുതം ത്രിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചതു പിണ്ടവും ആദരാൽ വേദപാരായണന്മാരാം ദിജാബലിക്ക് ഓദന ഗോദന ഗ്രാമരത്നാംബരം ഭൂഷണാലേപന താമ്പൂല ഭൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ച് ആശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു അനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ. അദ്ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികെ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനെ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തി അനേരം അവர்களுം മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വിടർന്നു വരുവിനാർക്കും വിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ വൃത്തിതലം തനിക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദായാർത്ഥമേഷ കയ്യേയിക്കൂ രക്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോട് ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാലിനി രാജ്യമല്ലെന്നു ധരിക്ക കുമാരാ നീ. താത നിയോഗം അനുഷ്ഠിക്കയും വേണം, ബാധകമുണ്ടാവതല്ലാവനം. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയന്നു രാജ്യം കൊണ്ട് കിം ഫലം മന്നവനാകുന്നതു മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ. നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ നാടീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആന തേർക്കാലാൾ കുതിരപ്പടയോടും ആനകശങ്ക പടകവാദ്യത്തോടും സോദര ഭൂസുരതാപസ സാമന്തമേദിനി ബാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേകി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളും ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു പസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നോ വസിക്കുന്നതേയുള്ളൂ.
ഇത്തം ഭരതൻ പറഞ്ഞത് കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാൻ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനും ഉദിച്ചു. ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമിത്ര നിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രരെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസാവന്തേനസാകം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും രോമിനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകാനന്ദവിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും ശൃംഗീവേരാഖ്യപുരം ജമിച്ചിട്ടുടൻ. ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പടം. കേകേയപുത്രി സുതൻ പടയോടുമിങ് ആഗതനായത് കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോട് ചൊന്നാൻ അതു നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടോ വൈകിടാതെ. അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരുമി. ഇവരിനി നിർണയം ശുദ്ധരാണെങ്കിൽ കടത്തുകയും വേണം. പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും നയനങ്ങളും കാഴ്ചവെച്ച് ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം ഉത്യാപ്യാഗടമാലിംഗ്യ രഘുനാഥ ഭക്തം വയസ്യ വരാമയ വാക്യവും ഉക്വാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം രത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ. ഭവാനേ ലോകാലംബ പൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞോ സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സകേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നൻപോട് കണ്ടിതു രാമനെ നീ. അവൻ എന്തു പറഞ്ഞതും നീ മുതാ രാമനോട് എന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സുതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹന്തതാ വട്ടമില്ലാത്തൊരു സന്തോഷ ചേതസ. ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നുതൻ ചിത്തേ നിരൂപിച്ചുടൻ നേടിനാൻ. എത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശയന സ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട കുറച്ചു സദ്ഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദം മുത്തനേ സുവർണ തൽപസ്ഥലേ കോമള സ്നിഗ്ധ ധവളാംബരാസ്തുതേ രാമേണ ശേദേ മഹാസുഖം സ്വാഗതം ശേദേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാർജന്മന ജന്മനാമദോഷകാരണാലെന്നത് ചിന്തിച്ചും ഇദ്ദേഹമാശു പരിത്യജിച്ചിടുവാൻ
കിൽബിഷകാരുണ്യായ കൈകേയി തൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായ അതിപാപിയാമെന്നതിൽ എന്നെയും ധിക്കരിച്ചിടിനേൻ. പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്ന് ഇതു അനുജനോ നിർമ്മല മാനസൻ ഭാഗ്യമാനത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിന് പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ അരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവരെന്നാൽ വരും മധ്യജന്മത്തിൽ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോട് ഇവിടെ വന്ന് അതീ കൗസല്യാതനെ ഇവിടേക്ക് വൈകാതെ ചെന്നു ഞാൻ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരുവനെന്നതു കേട്ടു ഗുഹാനുപുര ചെയ്താൻ. മംഗലദേവതാ വല്ലഭൻ തങ്കിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ച് അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിവിടെ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ കർത്തുമർത്യാതടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യാനി. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ കൃത്യജനത്തോടു കൂടെ സസംഭ്രമം വിസ്മയയുക്തം മഹാക്ഷേപണീയുധം ഉലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തിരത്തിനാൻ. നൂറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോട് ഭരതനെയും മുനിസിദ്ധമ്പനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയിയെ തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞ് ഹസ്തഭീത്യാ കടത്തിയിടിനാതരാൽ ഉമ്പർതടീനിയെ കുമ്പിട്ട് അനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായി ഉടജാങ്കണേ സാനന്ദം ആവശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാൻ ആത്മാനമസീനം വിധിസമം ദുഷ്ട്വാ നനാമസാഷ്ടാംഗ സസോദരം പൃഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീതൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രസനമും ചെയ്ത് ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരണം തുഷ്ടീകലന്നരുൾ ചെയ്താനിതെന്തടോ. കഷ്ടമി കോപ്പുപവൻ പന്നമെല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വനാന്തരേ വന്നതും ചൊൽക നീ. ശ്രുത്വാ ഭരദ്വാജ വാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തൊരു ഉള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പന് സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാൻ ഏതുമേയൊന്നും അറിഞ്ഞീല രാഘവൻ കാനനത്തിന് എഴുന്നള്ളുവാൻ മൂലവും കേകേയ പുത്രിയാം അമ്മതൻ വാക്കായ കാഗോള വേഗമേ മൂലമതിനുള്ളൂ. ഇപ്പോൾ
അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനിപ്പാത പത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രൻ ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കുന്നേ മമ. മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം, മുറ്റും അതിനൊഴിഞ്ഞില്ലൊരു കാക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടു പോയിട്ട് പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനിമംഗലാത്മാനമേനം ഉണർന്നിടിനാൻ. ചുംബിച്ചും വൃദ്ധനെ സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സാ വൃത്താന്തമൊക്കെ ഞാൻ അദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകലാകൾക്ക് നീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞ് അങ്ങ് ഉറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്നു കൂക്കുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതീനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും. ഏകാഗ്രമാനസനായ അതിവിദ്രുതം ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തീ കാമസുരഭിയെ തൽക്ഷടേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവ വനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം. ഭക്തപക്ഷ്യാദിപേയങ്ങൾ പൂജ്യങ്ങളും ഭക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്ന വ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിന്തനന്ദനും. കർമ്മണാ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോട് പൂജിച്ചത് മുമ്പിനാൽ. പാശ്ചാത്യ സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ സുപ്തരായി. ആരാമരാവതീ സന്നിഭേ ഉദ്ധാനവും ചെയ്തു ഉഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോട് അനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ. കിഞ്ചുദന്തികെ മിത്രമായോരു ഗുഹനും സുമന്തനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധന മണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോട് താണതൊടുതു ചോദിച്ചു മത്യാദരം. കുത്ര വാഴുന്നു ജഹൂത്തമൻ അത്ര സൗമിത്രയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോട്. ഉത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതിരെ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടത്രയും കൗതുകത്തോടെ ഭരതനും തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പ ഫലജലപൂർണ വല്ലീതര ഷഷ്പരണീയ കാനന മണ്ഡലേ അക്രമാദളേ ബഹുള പനസങ്ങളാം ആമ്ര കദളീ ബഹുള പനസങ്ങളാം ആമ്രാതകാർജുന നാഗപുന്നാഗങ്ങൾ കേരപൂകങ്ങളും കോവിതാരങ്ങളും ഏരണ്ട ചമ്പക ശോകതാലങ്ങളും മലതീജാതി പ്രമുഖ ലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാ വിഹംഗനാദങ്ങളും തുങ്കമാ
തുങ്കമാദം ഗംബു ജംഗ പ്ലവക പുരങ്ങാതി നാനാമൃഗാവൃതാലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃത പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗ രജസി പതിഞ്ഞു കാണായി വന്നു. സീതാരഘുനാഥ പാദാരവിന്ദൻ ങ്ങൾ നൂതനമായ അതിശോഭനം ഭാവനം അങ്കുശാബ്ജധ്വജ വജ്ര മത്സ്യാദി കൊണ്ടങ്കിതം മംഗളം ആനന്ദമക്തനായി വിനുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ ഓരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമപാദ പത്മാഞ്ചിതം ഭൂതല ആരാലെനിക്കൂ കാൺമാൻ അവകാശവും വന്നിതല്ലോ. മുഹരിപ്പാദപാം സുക്കള അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്ത അത്ഭുത പ്രേമസാപ്ലൂത ചിത്തനായ ആനന്ദ ബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിരു സുന്ദരം രാമചന്ദ്രം പരമാനന്ദ മന്ദിരം ഇന്ദ്രാദി വൃന്ദാരവ വൃന്ദ വന്ദിത മന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാനളനിഭാശ്യാമളം കോമളം പൂർവജം നീല നളിന ദളക്ഷണം രാമം ജഡാമകുടം വൽക്കലാംബരം സോമബിംബാപ പ്രസന്ന വക്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുൽ സമാംഗിയാം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നൊരു വിദ്യോതമാനം വ്യാകുലം ഭക്ഷസി ശ്രീവത്സലക്ഷണം അവ്യയം ലക്ഷ്മീ നിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കീരുകം ലക്ഷ്മണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരി സേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രഹരാവല്യംഗകം കുക്ഷിസ്ഥിതന ഏക പത്മജാഡംബരം കാരുണ്യപൂർണം ദശരഥനന്ദനാരുണ്യവാസ രസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമൻ അവനെയും ശത്രുഘ്നെയും മോദാലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു. ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്ന് ബാഷ്പോദകം ദീർഘകാലം പാർത്തു. സോദരന്മാരെയും ഉത്സംഗസീമിനെ ചേർത്തു പുനരവി വർഷങ്ങളും അണച്ച് ആനന്ദപൂർവകം സത്സംഗമേറെയുള്ള ഒരു സൗമിത്രിയും തത്സമയെ ഭരതാംഗ്രികൾ കുപ്പിനാൻ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു. രാഘവൻ തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗശല്യയും പുത്രനു ബാഷ്പാധാരാഭിഷേകം ചെയ്തു. ഗാഠമാശിരസി മുഹൂർന്നുടൻ ഉടമോദം മുലയും ചുരന്നു തഥാന്യരായുള്ളൊരു പാദചരത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണന്താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഭേദം തുടച്ചിടിനാർ കണ്ണുനീർ.
തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമാരുടൻ നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാനത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം താതനു സൗഖ്യമല്ലീ നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ എന്തോന്നു ചൊന്നതെന്നോട് ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ട് പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശുകൾ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാൻ അറിയ നീ ദേവഭോഗേന സുഭിച്ചു സന്തുഷ്ടനായി. കർണശൂലാപം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണതു ഭൂമിയിൽ തൽക്ഷണമുച്ചയിൽ വിലപിച്ചത് ഏറ്റവും ലക്ഷ്മണനോട് ജനനീജനങ്ങളും ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ആ താതാ മാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിന് പോയിതയോ ഭവാൻ. ഹദോഹം മനാദോസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാൽ അനുവാസരം ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ. മോഹം എനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രീതാനും ഔവണ്ണമേ രോദനം ചെയ്തു വീടിയിടിനാർ കൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾ താപമൊട്ട് ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതേം ദീസൽ ഫല പുണ്യാക നിർമ്മിതാന്നം കൊണ്ടു വചിച്ചിതു. യാതൊരു അന്നം താൻ ഭുജിക്കുന്നതു മധു സാധനം നല്ല ഋതുക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്ത് അതിഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചതാശ്രമം. അന്ന് ഉപവാസവും ചെയ്ത് ഇതെല്ലാവരും വന്നുദിച്ചിടിനാൻ. ആദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചോത്ത് സന്ധ്യയും വന്നിച്ചു പോനാശ്രമേ വസിച്ചിടിനാൻ. ഭരതരാഘവ സംവാദം. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവിതെന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്ക രാജ്യം തവ പൈത്രം ചിതോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്ത് കൃത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിന് പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം. അത്ഭുത വിക്രമാനാഥാ പ്രസീദമേ. മാതാവ് തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധേ. ഭ്രാതാവ് തന്നുടെ പാദാംബുജം ശരസ്യാദായ ഭക്തി പൂണ്ടിത്തമുര ചെയ്തു. ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്യാപ്യാരാഘവൻ ഉത്സുംഗമാരോഗ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ ദത്തൈവ സുതം. താതൻ എന്നെ 14 സംവത്സരം പ്രീതനായി കാനനം വാഴിതെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും താത നിയോഗമനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നതു ഇതുകൂതലേ.
ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. രാമവാക്യം കേട്ടൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല ആമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ട് ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്കമേ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മനസ്സേ. എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞത് കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ. രാജ്യം നിനക്കുമെനിക്കും വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ നമുക്കത് സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാരണത്തിനരൂതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹം ഉപേക്ഷിപ്പ് നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികേ. ഗർഭ വിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സത്യയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിനാൻ. മൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗാഠമായൊരു വൃത്താന്തം നൃപാത്മജ. രാമനാകുന്നതു നാരായണൻ പരൻ താമരസോത്ഭവർത്തിക്ക കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി. യോഗിപ്രവനാകുന്നത് ലക്ഷ്മണൻ. ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ദരാവാക്യവും കൈകേയി ചിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. കാരണപുരുഷാനുജയാ സത്വരം നീ രാജധാനിക്ക് പോകമടിയാതെ. മന്ത്രികളോടും ജനനീജനത്തോടും അന്തമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുരി പുത്തു വസിക്ക നീ. വന്നിടും അഗ്രജൻ താനും അനുജനും ദേവിയും 7 സംവത്സരവും രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇത്തം ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹർ നമസ്കൃത്വാ സസോദരം. പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ. പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവാവേ. താവദേവാനതരാൽ അനാരദം ഭജിച്ചിടുവാൻ ഇത്തം ഭരതോക്തി കേട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്മിയും ഉത്തമരത്ന വിഭൂഷിത പാതുകാമുത്താങ്കേ ചേർത്തു രാമ നരേന്ദ്രനെ ഭക്ത്യാ പ്രതിഷ്ഠനം കൃത്വാ നമസ്കരിച്ചുത്തായ വന്ദിച്ചു ചൊന്നാൻ സർഗം. മന്വബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസ്സി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ.
എന്നത് കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ. അങ്ങനെ ഞാൻ ചൊല്ലിനാൻ, അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനങ്ങു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു തന്നൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്നിച്ചു വന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രീവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതതി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ബിംബേ പെരുമ്പടയും നടകൊണ്ടിതു. കൈകേകിതാനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലംഗപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന് അയോധ്യാപുരിപുക്കു. രഘുവരൻ തന്നെയും ചിന്തിച്ച് അനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വാസിച്ചിതെല്ലാവരും. താപസവേഷം ധരിച്ചു ഭരതനും താവേന ശത്രുഘ്നനും വൃതത്തോടുടൻ ചെന്നു നന്ദിഗ്രാമം അൻപോട് ബുക്കിതു വന്നിത് ആനന്ദം ജഗദ്വാസികൾക്കെല്ലാം. പാതുകാം വെച്ചു സിംഹാസനേ രാഘവപാദങ്ങളെന്ന് സങ്കല്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാരിരുവരും. നാനാ മുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേ വാണോരനന്തരം. ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം കുപിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ദരിദ്രീ സുതയുമത്തുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അത്രിതന്നാശ്രമം ബുക്കു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹ്യമദ്യം ധന്യോസ്മി മഹാമുനി ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നത് അറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ചത് അർഘ്യപാദ്യാദികൾ കൊണ്ടു രാജീവലോചനം ഭാര്യാന്വിതം ചൊല്ലിനാൻ. ഭൂപാലനന്ദനന്മാരോട് ചൊല്ലണമെന്നുടെ പത്നി ഉണ്ടത്ര കേൾ. എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന വർണ്ണശാലാന്തർഗ്രഹേ വസിക്കുന്നിരു. ചെന്നു കണ്ടാലും ജനക നിർവാത്മജ എന്നത് കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന് അനുസൂയാവതങ്ങൾ വണങ്ങിനാൾ. വത്സേ വരികരികെ ജനകാത്മജേ സൽസംഗമം ചെന്ന സാഫല്യമൂർത്തമീ. വത്സേ പിടിച്ചു ചേർത്ത് ആലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുകൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ മണ്ഡനാർത്ഥം അനസൂയരിൽ നൽകിയിടിനാൾ. നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോടുകൂടെ നീ പോന്നതും ഉത്തമം. കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയുഗം പൊക്കു. നന്നായി സുഖിച്ചു സുചിരം വസിക്കനേ. ഇത്തം അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തൃഗ്രേ ഗമിക്കെന്നയച്ചിടിനാൾ. മൃഷ്ടമായി മൂവരെയും പുജിപ്പിച്ചതാ തുഷ്ടി കലർന്ന തപോധനനത്രിയും ശ്രീരാമനോടരുൾ ചെയ്തു. ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിൻ മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായതു നിർണയം.
ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രവും വസിച്ചു രഘുനാഥനും ദേവനുമാദേവിയോട് അരുളിച്ച് ദേവമെന്നാൾ തെളിപ്പൈതലക്കാലമേ.